പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുളകും തൈരും കൊണ്ടുള്ളൊരു കറിയാണ് ഇന്നിവിടെ ആക്കുന്നത്. അപ്പോൾ അടിപൊളി കറിയാണ്, വളരെ എളുപ്പത്തിൽ തന്നെ ആക്കാൻ പറ്റുന്നൊരു കറിയും കൂടിയാണ്. ചട്ടിയിലാണ് ആക്കുന്നത്. ചട്ടി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നായി വരുമ്പോഴേക്കും ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി 10 ചെറിയ ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിനൊരു ബ്രൗൺ കളർ ആകുന്നവരെയാണ് വഴറ്റി കൊടുക്കേണ്ടത്. ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ചേർക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് വരഞ്ഞു കൊടുക്കണം. വരഞ്ഞു കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിനകത്തോട്ട് 8 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിക്ക് ഭയങ്കര എരിവ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സീൻ്റെ ജാറിൽ ഒഴിച്ച് വെച്ചിട്ടാണുള്ളത് തൈര്. ഇതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇത് തിളയ്ക്കണ്ട. ചൂടാകുമ്പം തന്നെ ചില തൈര് പിരിഞ്ഞു പോവും. അപ്പോൾ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അരമണിക്കൂറിന് ശേഷം ഉപയോഗിക്കാം. അതിൻ്റെ ഉള്ളിൽ ആ പുളിയും ആ ഉപ്പും എല്ലാം കൂടെ ഒന്ന് പിടിച്ചതിന് ശേഷം ഒന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.